ഇതാണ്. ഇതിനു വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. നോക്ക് രാജീവേ, എന്റെ ശത്രുക്കളുടെ തകർച്ചയുടെ വിളംബരം കേട്ടില്ലേ? സകല ചാനലുകാരും ഓൺലൈൻ മീഡിയാസും ആശുപത്രി തന്നെയുണ്ട്. എന്റെ മുഖ്യ ശത്രു അത്യാസന്ന നിലയിൽ മരണത്തോട് മല്ലടിച്ച് അതേ ആശുപത്രി കിടക്കയിൽ. ബാക്കി ശത്രുക്കളുടെ കരച്ചിലും പിഴിച്ചിലും നിലവിളിയും. അത് മതി, അവന്തികയ്ക്ക് ഇത്രേ മതി. ഇനി ആ ചാകാൻ കിടക്കുന്നവന്റെ ജീവൻ കൂടി അങ്ങ് മേലോട്ടെടുത്താ പിന്നെ എന്റെ സന്തോഷം കടലിലെ തിരകൾ പോലെ മേലോട്ടുയരും. മാധ്യമങ്ങൾക്കെല്ലാം വേണ്ടത് കൊടുത്തു അല്ലേ? ഞാൻ ആർക്കും ഒരു കൈക്കൂലിയും കൊടുത്തിട്ടില്ല. ഒരാളെയും വിളിച്ച് എന്ത് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് വേണ്ട ഇരകളെ ഞാൻ അവർക്ക് മുന്നിലോട്ടിട്ടു കൊടുത്തു. ഇനി ആ ഇരകളെ കൊത്തിപ്പറിച്ച് അവര് വിശപ്പടക്കിക്കോളും. വന്നിപ്പോ വാർത്തകളിൽ സത്യമേത് അസത്യമേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി. ഇതോടുകൂടി അവരുടെ സകല കച്ചവടവും പൂട്ടും. ഇനി അവർക്ക് ഒരു ബിസിനസ്സും ഈ നാട്ടിൽ തുടങ്ങാൻ പറ്റില്ല. എന്തായാലും രംഗം കൊഴുത്തു കഴിഞ്ഞു. ഇനി പന്ത് രാജീവിന്റെ കോർട്ടില. മേഡം പേടിക്കണ്ട, ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. കാര്യങ്ങൾ മേഡം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കും. ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിൽ അവനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു പോലീസ് വണ്ടി അവരുടെ മുറ്റത്ത് നിന്ന് നിൽക്കട്ടെ. പിന്നെന്ത് ചെയ്യണമെന്ന് രാജീവ് തീരുമാനിച്ചാ മതി. ഞാനെല്ലാം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഇനി നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും. അത് പറഞ്ഞു കേൾക്കാനുള്ളതല്ല, നേരിട്ട് കാണാനുള്ളതാ. ചെന്ന് നമ്മൾ തീരുമാനിച്ച നീതി നടപ്പാക്കിയിട്ട് വാ. നാട്ടുകാരുടെ ജീവന് കാൽ കാശ് വിലൽപ്പിക്കാതെ നീയൊക്കെ പണം ഉണ്ടാക്കാൻ ആളെ കൊല്ലാൻ നോക്കിയിട്ട് ഇപ്പൊ കിടന്ന് ബലം പിടിക്കുന്നോടി. നടക്കുന്നു. കയറി പോകുന്നത് പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ആയിട്ടടാ. ഓർമ്മ അവനോട് കൊണ്ടോ സാറേ. എന്റെ അമ്മയ്ക്ക് എന്തിനാ പറ്റിയാൽ ഒറ്റയാണെന്ന് ഞാൻ വെറുതെ വിടില്ല. അവനവന് കിട്ടുന്ന അടിയേക്കാൾ ചിലപ്പോ നമുക്ക് വേദനിക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് കിട്ടുന്ന അടിയാകും. നീ പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നോടാ. അവരെടുത്ത് വണ്ടി കയറ്റി മക്കൾ കണ്ണറെ കാണണ്ടേ. വണ്ടി എടുക്കണം. വളരെ അസ്വാഭാവികമായ കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. സർ പറയൂ, സർ പറയൂ. പഴങ്ങഞ്ഞി വില്ലനായി. പഴങ്ങഞ്ഞിക്കടയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് നിരവധി പേർ ആശുപത്രിയിൽ. കട ഉടമയായ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈശ്വര, ഇതാ കമലയാണല്ലോ. അപ്രതീക്ഷിതമായി പഴങ്ങഞ്ഞിക്കടയിൽ ഉണ്ടായ ഭക്ഷ്യവിഷബാധയേറ്റ് നിരവധി പേർ ആശുപത്രിയിൽ. ഇന്ന് രാവിലെയാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ള ആളുകളിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് പറയപ്പെടുന്നു. സ്ഥാപനം നടത്തിപ്പുകാരിയായ
കമല എന്ന സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മര്യാദക്ക് നീ സത്യം പറഞ്ഞോ? നാട്ടുകാർക്ക് നീ എന്തൊക്കെയാ കലക്കി കൊടുത്തത്? ഞാൻ സത്യമാ സാറേ പറഞ്ഞത്. ഞങ്ങള് കഴിക്കുന്ന ആഹാരം തന്നെയാ മറ്റുള്ളവർക്ക് ഞങ്ങൾ കൊടുത്തത്. ഞാനും എന്റെ കുടുംബവും ഇങ്ങനെ ദാരിദ്ര്യത്തിൽ ജീവിച്ചവരല്ല. പക്ഷെ വിധി ഞങ്ങളിങ്ങനെ കൊണ്ടെത്തിച്ചതാ. അതിനാരെയും ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നുമില്ല. പക്ഷെ സത്യത്തിന് നിരക്കാത്തതായിട്ട് ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല സാറേ. അതുകൊണ്ടാ ഒരുത്തൻ ചാവാൻ കിടക്കുന്നത്. നിന്റെ ഒരു പ്രാർത്ഥനയും ഒരു ദൈവവും കേൾക്കാൻ പോകുന്നില്ല. സാറേ എനിക്കിത് മോനെ ഒന്ന് കാണണം. അവരിപ്പോ ആശുപത്രിയിൽ മരണത്തോടെ മല്ലിട്ടോണ്ടിരിക്കുക. അവൻ അവിടെ കിടന്ന് ചാവട്ടെ. ചത്തു കഴിയുമ്പോ നിന്നെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കാണിക്കാം. ഈശ്വര സാറേ, എന്നോട് വിധത്തിന് ദയ കാണിക്കണം. എന്റെ മോനെ എനിക്കൊന്ന് കാണാൻ അനുവദിച്ചാൽ മാത്രം മതി. ഞാൻ സാറിന്റെ കാല് പിടിക്കാം. ഹേയ്, മര്യാദക്ക് അവിടെ എങ്ങാനും പോയി മിണ്ടാതിരുന്നോ? ഇല്ലെങ്കിൽ ചവിട്ടിക്കുട്ടി നിന്നെ ഞാൻ മൂളിക്കിടും. അത്രയ്ക്ക് ദയ കാണിക്കേണ്ട അയച്ചൊന്നും അല്ല നീ എന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. കൈവീശി ഒരെണ്ണം തന്നാലുണ്ടല്ലോ. ഇത്രയും പ്രായം ഉണ്ടോന്നൊന്നും ഞാൻ വിചാരിക്കത്തില്ല. സാറേ സാറിനല്ലേ എന്നെ പോലെ ഒരു അമ്മ, അതുപോലെ തന്നെയല്ലേ ഞാനും.